വാ. ഋഷിയുടെ അടുത്തേക്ക് വന്ന് അവന്റെ കയ്യിൽ മുറുകെ പിടിച്ച് അപ്പുമാമ പറയുമ്പോൾ ഋഷി ഒരു ഞെട്ടലോടെ അവന്റെ അച്ഛനെയും അച്ഛൻ പിടിച്ച് തന്റെ കയ്യിലേക്കും നോക്കിപ്പോയി. അ- അച്ഛാ, ഞാൻ മുന്നോട്ട് നടക്കാൻ കഴിയാതെ തന്റെ കാലുകളെ ആരോ ബന്ധിപ്പിക്കും പോലെ ഇത്രയും നേരം സർവം നഷ്ടപ്പെട്ടവനെ പോലെ നിന്ന തന്റെ മനസ്സിനെ വരുതിയിലാക്കാൻ കഴിയാതെ കുഴഞ്ഞു പോകുന്നു ഋഷി. എന്താ, നിനക്ക് ദേവിയെ കല്യാണം കഴിക്കാൻ സമ്മതമല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ പറയണം. ഇന്നലെ അമ്മയുടെ മടിയിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ് അവന്റെ പ്രണയം പറഞ്ഞ തന്റെ മകന്റെ മുഖം ഒരു ചുമരിനപ്പുറം നിന്ന് കണ്ട അച്ഛൻ അല്പം ഗൗരവത്തോടെ ചോദിച്ചതും ഋഷിയുടെ നോട്ടം പോയത് ഇന്ദ്രനിലേക്കും സീതയിലേക്കുമാണ്. അവരുടെ രണ്ടുപേരുടെ മുഖത്തെ നിറഞ്ഞ ചിരി കാണെ അവന് വല്ലാത്ത ആശ്വാസവും സന്തോഷവും തോന്നി. ആ നിമിഷം സമ്മതമാണ്. മുന്നിൽ നടക്കുന്ന സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ദേവയെ കണ്ണെടുക്കാതെ നോക്കി ഒരു ഉറപ്പോടെ ഋഷി പറയുമ്പോൾ അവനെ കത്തുന്നൊരു നോട്ടം നോക്കി ദേവ. അവളുടെ ദേഷ്യവും വാശിയും സങ്കടവും എല്ലാം ആ ഒറ്റ നോട്ടത്തിൽ നിന്നും ഋഷിക്ക് മനസ്സിലായി. എങ്കിലും അത് കണ്ടതായി ഭാവിച്ചതേയില്ല അവൻ. ഇനിയും നഷ്ടപ്പെടുത്താൻ തനിക്കാവില്ലെന്ന പോലെ അവളുടെ നോട്ടം പാടെ അവഗണിച്ച് അവന് പിറകെയായി അവളുടെ അടുത്തേക്ക് നടന്നു അവൻ. മുന്നിൽ കാണുന്ന ആ കാഴ്ചയിൽ സിത്തു അമ്മയുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു പോയിട്ടുണ്ട്. അച്ചമ്മയുടെ മുഖത്തുമുണ്ട് നിറഞ്ഞൊരു പുഞ്ചിരി. രുദ്രന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നുപോയി. പക്ഷെ ഇവിടെ വെച്ച് ഇവരെ ആരെയും എതിർക്കാൻ അവന് കഴിയില്ല. കാരണം ഇവിടെയുള്ള ഓരോരുത്തരും അവൻ അത്രയും പ്രിയപ്പെട്ടവരാണ്. ഒരുപക്ഷെ ഇവനാണ് ദേവയ്ക്ക് അച്ഛൻ കണ്ടുപിടിച്ച ചെക്കൻ എന്നറിഞ്ഞിരുന്നെങ്കിൽ ഇവന്റെ കയ്യും കാലും തല്ലി ഒടിച്ചിട്ടാണെങ്കിലും ഈ കല്യാണം നടക്കാതെ താൻ നോക്കിയേനെ. രുദ്രന്റെ നോട്ടം അവന്റെ കൂട്ടുകാർക്ക് നേർക്ക് പോയി. അവരുടെ ഓരോ മുഖത്തും അതേ ഇഷ്ടക്കേട് തെളിഞ്ഞു കാണുന്നുണ്ട്. ചെറുപ്പം മുതലുള്ള രുദ്രന്റെയും ഋഷിയുടെയും അടിയും പിടിയും പകയും അവരുടെ കൂട്ടുകാർക്കിടയിലുമുണ്ട്. ദേവ അവർക്കെല്ലാം പെങ്ങളാണെങ്കിൽ ഇവനല്ലേ ഇനി മുതൽ തങ്ങളുടെ എല്ലാവരുടെയും അളിയൻ എന്നോർക്കെ എല്ലാവരുടെ മുഖവും വല്ലായ്മയിൽ താഴ്ന്നു. തന്റെ അടുത്ത് നിൽക്കുന്നവനെ അത്രയും ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. എങ്കിലും ദേവയുടെ ഉള്ളം എന്തിനോ തണുത്തു പോകുന്നു. ഒരുപക്ഷെ തന്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന താലിയുടെ അവകാശി മറ്റാരായില്ലല്ലോ എന്ന സന്തോഷമാവാം. അതുമല്ലെങ്കിൽ മറ്റൊരുവനെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടണ്ടല്ലോ എന്ന ചിന്തയാവാം. പക്ഷെ ഇതൊന്നും അവനോടുള്ള പിണക്കത്തിനോ ദേഷ്യത്തിനോ അലിവുണ്ടാക്കിയില്ല. അതൊരു അഗ്നിപർവ്വതം പോലെ അവളുടെ ഉള്ളിൽ കിടന്ന് തിളച്ചു മറിഞ്ഞുകൊണ്ടേയിരുന്നു. തന്നെ കൂർപ്പിച്ചു നോക്കുന്ന ആ മിഴികളിൽ തന്നോടുള്ള ദേഷ്യം അറിയുന്നുണ്ട്. എങ്കിലും ഇനി അവളെ ഒരിക്കലും എന്തിന്റെ പേരിലും വിട്ടുകൊടുക്കില്ലെന്ന പോലെ അവനും തന്റെ മക്കൾക്ക് അവരാഗ്രഹിക്കും പോലെ ഇഷ്ടപ്പെട്ടയാളുടെ കൂടെയുള്ള ജീവിതം കിട്ടിയതിൽ മനസ്സറിഞ്ഞ് സന്തോഷിച്ചു. അവിടെയുള്ള ഓരോരുത്തരും നിൽക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ എന്തെന്ന ആ നിമിഷം ആ പുഞ്ചിരിക്കുന്ന മുകൾക്കൊന്നും അറിയില്ലായിരുന്നു എന്നതാണ് സത്യം. താലി കെട്ടിക്കോളൂ. മൂന്ന് വരന്മാരുടെ കയ്യിലേക്കും താലി കൊടുത്തുകൊണ്ട് പൂജാരി പറയുമ്പോൾ ആ താലി മുറുകെ പിടിച്ച് തന്റെ അടുത്ത് നിൽക്കുന്നവരുടെ കഴുത്തിലേക്ക് ചേർത്തു വെച്ചവർ മനസ്സറിഞ്ഞ സന്തോഷത്തിൽ ഒരിക്കലും തന്റെ പെണ്ണിനെ കൈവിടില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് സച്ചു ലച്ചുവിന്റെ കഴുത്തിൽ താലിയുടെ 3 കെട്ട് കെട്ടുമ്പോൾ തനിക്ക് കിട്ടിയ ഈ താലി ഭാഗ്യം തന്റെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവണേ എന്ന് ലച്ചുവും ദൈവങ്ങളോട് പ്രാർത്ഥിച്ചു. നഷ്ടപ്പെട്ടു പോയതിന്റെ പ്രണയവും സന്തോഷവും ഒരു സ്വപ്നം പോലെ തന്റെ കയ്യിലേക്ക് വെച്ച് തന്ന ദൈവങ്ങളോടും ഈ പെണ്ണിനെ തനിക്ക് തന്നവരോടും മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞു ഋഷി. ദേവയിലേക്ക് ചേർന്ന് നിന്ന് അവളുടെ കഴുത്തിലേക്ക് താലി ചാർത്തുമ്പോൾ പണ്ടവൾ തനിക്ക് നൽകിയ സ്നേഹചുംബനം അവളുടെ കവിളിലും അവൻ അത്രയും സ്നേഹത്തോടെ നൽകി. തന്റെ കവിളിൽ അവന്റെ അധരങ്ങൾ ചേർന്ന നിമിഷം കണ്ണുകൾ മുറുകെ അടച്ച് പ്രാർത്ഥിച്ചു നിന്നവൾ ഒരു ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്ന് ചുറ്റും നോക്കി. അച്ഛന്റെ അമ്മയുടെ ഉൾപ്പെടെ അവിടെയുള്ള എല്ലാവരുടെയും ചുണ്ടിലും തെളിഞ്ഞു കാണുന്ന ആ പുഞ്ചിരി അതവൻ തനിക്ക് നൽകിയ ചുംബനം കണ്ടിട്ടാണെന്ന് മനസ്സിലായതും അവനെ ദേഷ്യത്തോടെ നോക്കി ദേവ. എന്നാൽ അവനിൽ ആ നിമിഷം തെളിഞ്ഞത് ഒരു കുസൃതി ചിരിയാണ്. ആ ചിരിയോടെ തന്നെ ഒന്ന് കണ്ണിറുക്കി സൈറ്റടിച്ചു കാണിച്ചവൻ ഇന്നുവരെ കാണാത്ത അവന്റെ ഓരോരോ ഭാവങ്ങളും ചിരിയും അവളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. എങ്കിലും അതൊന്നും പുറമേ കാണിക്കാതെ അവനിൽ നിന്നും മുഖം വെട്ടിച്ച് ദേഷ്യത്തോടെ തന്നെ നിന്നു ദേവ. എന്ത് പ്രാർത്ഥിക്കണമെന്നോ ഇനി മുന്നോട്ട് എന്താകുമെന്നോ അറിയാതെ ഉഴറുന്ന രുദ്രനും അവനടുത്തായി അതേ മനസ്സോടെ നിൽക്കുന്ന യാമിയും പരസ്പരം രണ്ടുപേരും ഒരു നിമിഷം നോക്കി നിന്നു. രുദ്രന്റെയും യാമിയുടെ മനസ്സിൽ ആ വാക്കുകളാണ്. അവനൊരു ദീർഘശ്വാസം എടുത്തു. അവളുടെ കഴുത്തിൽ ചേർത്ത് വെച്ച താലി 3 കെട്ട് കെട്ടുമ്പോൾ കണ്ണുകൾ മുറുകെ അടച്ച് പൊള്ളിപ്പിടയും പോലെ നിന്നുപോയി യാമി. ആ സമയം ഈ കെട്ടിൽ നിന്നും എങ്ങനെ അഴിഞ്ഞു പോകും എന്ന ചിന്തയായിരുന്നു അവരുടെ രണ്ടുപേരുടെയും ഉള്ളിൽ. ഋഷിയും ദേവയും ഒരുമിച്ച് ഇന്ദ്രന്റെയും സീതയുടെയും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി എഴുന്നേറ്റതും എന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ സ്വത്താണ് നിന്റെ കയ്യിൽ വെച്ചു തരുന്നത്, പൊന്നുപോലെ നോക്കിക്കോണം. ഋഷിയുടെ കൈയിലേക്ക് ദേവയുടെ കൈ ചേർത്ത് വെച്ച് ഇന്ദ്രൻ പറഞ്ഞതും പുഞ്ചിരിയോടെ തലയാട്ടി അവൻ. ആ നിമിഷം അവന്റെ കൈ അവളുടെ കയ്യിൽ അത്രയും മുറുക്കത്തോടെ പിടിച്ചു.
ഒരിക്കലും കൈവിടില്ലെന്ന പോലെ. ഇപ്പോഴും ദേവയുടെ മുഖത്തിനൊട്ടും അയവ് വന്നിട്ടില്ല. എങ്കിലും ഉള്ളിൽ എവിടെയോ ഒരു മഞ്ഞ് വീഴും പോലെ തണുപ്പ് തോന്നുന്നുണ്ട്. മനസ്സിലൊരാളെ വെച്ച് മറ്റൊരാളുടെ കൂടെ കഴിയണ്ടല്ലോ എന്നൊരു ആശ്വാസമാകാം അതിന് കാരണം. യാമി ഇന്ദ്രന്റെ സീതയുടെയും കാലിലേക്ക് അനുഗ്രഹം വാങ്ങാനായി വീഴുമ്പോൾ മറ്റെങ്ങും നോക്കി കൈകൾ പിന്നിലേക്ക് കെട്ടി ഗൗരവത്തോടെ നിന്നു രുദ്രൻ. കണ്ണാ, അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കും മോനെ. അച്ചമ്മ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. കാലിൽ വീണാൽ അനുഗ്രഹം കിട്ടുമെങ്കിൽ ആ അനുഗ്രഹം എനിക്ക് വേണ്ട, ഞാൻ പോവുക. അച്ചമ്മയെ നോക്കി അത്രയും പറഞ്ഞ് ഇന്ദ്രനെ നോക്കി പുറത്തേക്ക് നടന്നു. പുറത്തു നിർത്തിയിട്ടിരിക്കുന്ന ബൈക്കിലേക്ക് കയറുമ്പോൾ തന്നെ നോക്കി നിൽക്കുന്നവരെ ഒരു നിമിഷം നോക്കിയതും ആ നോട്ടം അവസാനിച്ചത് എല്ലാവരുടെ അടുത്തുനിന്ന് തന്നെ തുറച്ചു നോക്കുന്ന യാമിയിലേക്കും അവളുടെ കഴുത്തിൽ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന താൻ കെട്ടിയ ആലിലത്താലിലേക്കുമാണ്. എന്തിനൊക്കെയോ ദേഷ്യം തോന്നിയവന് ആ നിമിഷം. ആ ദേഷ്യത്തോടെ അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ഒരു മിന്നല് പോലെ പാഞ്ഞു പോകുമ്പോൾ അവിടെ നിന്നവരുടെ എല്ലാം മുഖമെല്ലാം ഒരു നിമിഷം മങ്ങിപ്പോയി. നിങ്ങളുടെ അല്ലേ മോൻ, അവൻ ഇതല്ല ഇതിനപ്പുറം പറയും. അത്രയും നേരം സന്തോഷത്തോടെ നിന്ന ഇന്ദ്രന്റെ മുഖം വല്ലാണ്ടായത് കാണേ അവനോട് ചേർന്ന് നിന്ന ഒരു കളിയോടെ അവനെ തണുപ്പിക്കാൻ എന്നോണം സീത പറഞ്ഞതും, ഓവ, അവന്റെ പകുതിയിലധികം സ്വഭാവം നിന്റെയാണ്. നിന്റെ ആ പണ്ടത്തെ അഹങ്കാരവും ജാടയും വാശിയും ഒക്കെ ഉണ്ട് അവനും. സീതയുടെ ഇടുപ്പിൽ ആരും കാണാതെ ഒന്നുള്ളി ഇന്ദ്രൻ പറയുമ്പോൾ ആ പണ്ടത്തെ കുസൃതിയും ചിരിയുമെല്ലാം ആ മുഖത്ത് തെളിഞ്ഞു കണ്ടിരുന്നു അവൾ. പാൽ ഗ്ലാസുമായ റൂമിലേക്ക് കയറുമ്പോൾ ലച്ചുവിന്റെ ശരീരമാകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇഷ്ടമാണെന്നും ജീവനാണെന്നെല്ലാം അറിയാം. എങ്കിലും ഒരു പുരുഷന് മുന്നിൽ ഒരു മുറിയിൽ ഇങ്ങനെ. അവളുടെ തൊണ്ടയിൽ ഒരിറ്റു വെള്ളമില്ലാതെ വറ്റി വരണ്ടുപോയി. കഴുത്തിലും മൂക്കിൻ തുമ്പിലും മൊട്ടിട്ട വിയർപ്പ് തുള്ളികൾ ഉടുത്ത സാരിയുടെ തലപ്പ് കൊണ്ട് ഒപ്പിയെടുത്ത് എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് നടന്നു അവൾ. റൂമിലേക്ക് കയറിയതും സച്ചുവിനെ അവിടെയൊന്നും കാണാതെ ചുറ്റും മിഴികൾ കൊണ്ട് പരതുമ്പോൾ പിന്നിൽ നിന്ന് ഡോർ വലിച്ചടയ്ക്കുന്ന ശബ്ദം കേൾക്കെ തിരിഞ്ഞു നോക്കാതെ കണ്ണുകൾ മുറുകെ അടച്ച് പാൽ ഗ്ലാസിൽ മുറുകെ പിടിച്ച് തലയും താഴ്ത്തി നിന്നുപോയി ആ പെണ്ണ്. തന്റെ അടുത്തേക്ക് അവൻ വരുന്നതും തന്നെ ചുറ്റിപ്പിടിച്ച് തോളിൽ താടി മുട്ടിച്ച് നിൽക്കുന്നുവെല്ലാം അറിയുന്നുണ്ട്. എങ്കിലും ഒന്നും അനങ്ങുക പോലും ചെയ്യാതെ അതേ നിൽപ്പ് നിന്നുപോയി ലച്ചു. അവനെ തടയാൻ മനസ്സ് പറയുമ്പോഴും ആകെ തളർന്നു പോകുന്നു അവളുടെ ശരീരം. ലച്ചു, കാതിൽ അവന്റെ നേർത്ത ശബ്ദം ഒരു ഇളങ്കാറ്റ് പോലെ തട്ടിത്തടഞ്ഞതും അവളുടെ മേലാകെ കുളിര് കോലും പോലെ തോന്നി അവൾക്ക്. പേടിയാണോ എന്നെ? തന്റെ കൈപ്പിടിയിലുള്ള ആ കുഞ്ഞുടൽ വിറയ്ക്കും പോലെ തോന്നിയതും വീണ്ടും സച്ചു അവളെ ചേർത്ത് പിടിച്ച് മെല്ലെ ചോദിച്ചതും പിടയുന്ന മനസ്സോടെ വരണ്ട തൊണ്ടയ്ക്ക് അല്പം ആശ്വാസമാക്കാൻ എന്നോണം ഉമിനീ ഇറക്കി ഇല്ലെന്ന് മെല്ലെ തലയാട്ടി അവൾ. പിന്നെ പെട്ടെന്ന് എന്തോർത്ത പോലെ ഉണ്ടെന്നും തലയാട്ടി. അവളുടെ ആ പ്രവൃത്തിയിൽ അവന്റെ ചുണ്ടിൽ അത്രയും ചേരിലൊരു പുഞ്ചിരി തെളിഞ്ഞുപോയി. എന്റെ പെണ്ണ് പേടിക്കണ്ട, ഞാനത്രയ്ക്ക് ഭീകരനൊന്നല്ല. ഉള്ളിലെ സ്നേഹം പരസ്പരം നമ്മൾ അറിഞ്ഞത് ഇന്നലെ അല്ലേ? നമുക്ക് കുറച്ചുകാലം ഇങ്ങനെ സ്നേഹിച്ചും പ്രേമിച്ചൊക്കെ നടക്കാടോ. തന്റെ ഉള്ളിൽ കിടക്കുന്ന എന്നോടുള്ള കുഞ്ഞു പേടിയില്ലേ, അതൊക്കെ മാറി എന്നെ ഉൾക്കൊള്ളാൻ പൂർണ്ണമായും നിന്റെ മനസ്സ് തയ്യാറെടുക്കുമ്പോ നമുക്ക് എല്ലാ കടമ്പയും കടന്ന് എല്ലാ അർത്ഥത്തിലും ഒന്നാവാം. ഇപ്പോ എന്റെ ലച്ചൂസ് കിടന്നോ, ഇന്ന് നല്ല ക്ഷീണം ഉണ്ടാവില്ലേ? അവളുടെ കയ്യിലെ പാൽ ഗ്ലാസ് വാങ്ങി ടേബിൾ വെച്ചുകൊണ്ട് സച്ചി പറയുമ്പോൾ നെഞ്ചിൽ ഇത്രയും നേരം പിടിച്ചു വെച്ചിരുന്ന ഒരു കനൽനാളം കാറ്റിൽ തണുത്തൊരു മഞ്ഞുകട്ടയായി പോയതുപോലെ തോന്നി ലച്ചുവിന്. അവനെ നോക്കിയൊരു പുഞ്ചിരിയോടെ കാട്ടിലിൽ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി കണ്ണുകളടച്ചു ലച്ചു. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യുവാണ്, പേടിയില്ലല്ലോ എന്നെ? അവളെ നോക്കി അവൻ ചോദിച്ചതിന് പുഞ്ചിരിയോടെ ഇല്ലെന്ന് തലയാട്ടിയവൾ. അവളുടെ ആ മുത്തുപൊഴിക്കും പോലെയുള്ള പുഞ്ചിരിയിൽ താൻ തന്നെ മറന്നു പോകുന്നു എന്നറിയേ അവളിൽ നിന്ന് മുഖം വെട്ടിച്ച് വേഗം ലൈറ്റ് ഓഫ് ചെയ്ത് അവൻ അവളുടെ അടുത്തായി അല്പം ചേർന്ന് കിടന്നു. തന്റെ അടുത്തായി കിടക്കുന്നവന്റെ ചൂടും ഗന്ധവും അറിയേ ഇത്രയും നേരം ആശ്വാസത്തോടെ കിടന്നവളുടെ ഹൃദയമെടുപ്പ് വീണ്ടും കൂടിക്കൂടി വരുന്നത് അവൾ അറിഞ്ഞു. താൻ ഏറെ മോഹിച്ചതവൾ തന്റെ കയ്യെത്തും ദൂരത്ത് ഇങ്ങനെ തന്റെ പെണ്ണായി കിടക്കുന്നതോർക്കെ അവൾക്കിപ്പോ കൊടുത്ത വാക്കെല്ലാം മറന്ന് അവളെ സ്വന്തമാക്കാനും തന്നോട് ചേർക്കാനുമെല്ലാം കൊതിച്ചുപോയി അവന്റെ മനസ്സ്. അതിനപ്പുറം അവളുടെ തലയിൽ ചൂടിയ മുല്ലപ്പൂവിന്റെ മത്ത് പിടിപ്പിക്കുന്ന ഗന്ധവും അവന്റെ ശരീരത്തിലെ മാറ്റങ്ങൾ അവന് തന്നെ മനസ്സിലായി തുടങ്ങി. എത്ര കണ്ണുകൾ അടച്ചിട്ടും ഉറക്കം വരാതെ അവന്റെ മനസ്സ് ഒരു പട്ടം കണക്കെ അവളിൽ പാറി പറക്കുന്നു. എന്തും വരട്ടെ എന്നൊരു ചിന്തയിൽ അവൻ അവളെ ചുറ്റിപ്പിടിച്ച് അവളുടെ ചുമലിൽ മുഖം ചേർത്ത് കണ്ണുകൾ മുറുക്കി അടയ്ക്കുമ്പോൾ ഉറക്കത്തിലേക്ക് വീണു പോരുന്ന ആ മിഴികൾ വലിച്ചു തുറന്നൊരു ഞെട്ടലോടെയും പേടിയോടെയും തിരിഞ്ഞു നോക്കിപ്പോയി ലച്ചു. ഞാനൊന്നും ചെയ്യില്ല ലച്ചു, എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടന്നാ മതി പ്ലീസ്. അവളുടെ ഞെട്ടിയുള്ള നോട്ടവും പേടി നിറഞ്ഞു നിൽക്കുന്ന മുഖവും കാണേ ഒരു വല്ലായ്മയോടെ പറഞ്ഞു സച്ചു. അവന്റെ വാക്കുകളും ആ വല്ലായ്മ നിറഞ്ഞ മുഖവും കാണേ അവളുടെ മുഖത്തെ പേടി മാറി അവിടെ ഒരു കുഞ്ഞു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. അവനെ തന്നെ നോക്കിയവൾ അവൻ എതിർവശത്തേക്ക് തിരിഞ്ഞു കിടന്നു.
അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് കിടന്നും അവനൊന്ന് പകച്ച് അവളെ നോക്കി. അവന്റെ നോട്ടം താങ്ങാൻ കഴിയാതെ അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിക്കുമ്പോൾ ആ മുഖമല്ലേ കയ്യിൽ കോരിയെടുത്തവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടുമ്പോൾ കൊടുത്ത വാക്കും സത്യവുമെല്ലാം രണ്ടുപേരും മനഃപൂർവ്വം മറന്നു കളഞ്ഞു. അവളെ അറിയാൻ അവനും അവനിലേക്ക് അലിയാൻ അവളും ഒരുപോലെ കൊതിച്ചുപോയ നിമിഷം. ഒരു നിമിഷം സമ്മതത്തിനെന്ന പോലെ അവളുടെ മിഴികളിലേക്ക് നോക്കിയവൻ ആ മിഴികൾ തന്നെ നോക്കി സമ്മതമെന്ന പോലെ പുഞ്ചിരിക്കുകയാണെന്ന് തോന്നിയവന് അവനിലെ പുരുഷനെ അറിയാൻ ആ പെണ്ണ് തയ്യാറെടുക്കും മുന്നേ അവന്റെ ഓരോ ചുംബനവും അവളുടെ ഓരോ അണുവിലും ചെന്നെത്തിക്കൊണ്ടേയിരുന്നു. എല്ലാത്തിനും വിധേയായി ഒരു പാവ കണക്കെ അവന് വഴിപ്പെട്ട് അവൾ കിടക്കുമ്പോൾ അവന് ശക്തി താങ്ങാൻ കഴിയാതെ തളർന്നു പോയിരുന്നു ലച്ചു. ആവേശത്തോടെ അവളെ ചുംബിച്ചുണർത്തി അവനിലേക്ക് അവളെ ചേർത്ത് കിടത്തുമ്പോൾ അവളുടെ ശീൽക്കാര ശബ്ദം മാത്രം ആ മുറിയിൽ മുഴങ്ങിക്കൊണ്ടുവരുന്നു. ആകെ ഒരു വല്ലായ്മയോടെയാണ് ഋഷി റൂമിലേക്ക് വരുന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം മനസ്സിലുണ്ടെങ്കിലും അവളുടെ ഇന്നത്തെ പ്രതികരണം എങ്ങനെയാവുമെന്ന് അവളെക്കാൾ നന്നായി അവനറിയാം. ഓർമ്മ വെച്ച കാലം മുതൽ കാണാൻ തുടങ്ങിയതല്ലേ പെണ്ണിനെ. താലി കെട്ടുമ്പോഴുള്ള അവളുടെ ആ നോട്ടം, അത് മാത്രം മതിയായിരുന്നു അവളെ മെരുക്കാൻ താൻ കുറച്ച് പാടുപെടും എന്ന് മനസ്സിലാക്കാൻ. എന്തും വരട്ടെ എന്നൊരു ചിന്തയിലാണ് അവൻ അവളുടെ അടുത്തേക്ക് നടക്കുന്നത്. ചാരി കിടക്കുന്ന വാതിൽ മേലെ തുറന്നതും മുറിയിലാകെ ഇരുട്ട് കാണേ അവന് നെറ്റിയൊന്ന് ചുളിഞ്ഞു. അവൾ വന്നില്ലേ ഇങ്ങോട്ട്? അമ്മ പറഞ്ഞത് അവളെ മുറിയിൽ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടെന്നാണല്ലോ. ഇനിയിപ്പോ അമ്മ കാണാതെ ലച്ചുവിന്റെ മുറിയിൽ പോയി കിടന്നു പെണ്ണ്. സ്വിച്ച് ഓൺ ചെയ്യുന്നതിനിടെ അവന്റെ ചിന്തകൾ പലവിധമായി. കൈയെത്തിച്ച് സ്വിച്ച് ഇട്ടതും അവന്റെ മിഴികൾ നേരെ ചെന്നത് കട്ടിലിൽ ചുരുണ്ടുകൂടി കണ്ണുകളടച്ച് കിടക്കുന്നവളിലേക്കാണ്. ഒരു സെറ്റ് സാരിയും എടുത്ത് തലയിൽ നിറയും മുല്ലപ്പൂവും ചൂടി കിടക്കുന്നവളുടെ സിന്ദൂരരേഖയിലെ ചുവപ്പും നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന ആലിലത്താലിയും കാണേ അതിനവകാശി താനാണല്ലെന്ന് ഓർക്കും തോറും അവന്റെ മനസ്സ് കുളിർത്തുകൊണ്ടേയിരുന്നു. കട്ടിലിൽ നിറയെ മുല്ലപ്പൂക്കളും കട്ടിലിനടുത്ത് ഉള്ള കുഞ്ഞു ടേബിളിൽ ഒരു ഗ്ലാസ് പാലും ഇരിപ്പുണ്ട്. എല്ലാം അമ്മയുടെ അച്ഛന്റെയും പണിയാവും. അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആ നിമിഷം കട്ടിലിൽ വന്നിരുന്നിട്ടും അതൊന്നും അറിയാതെ ചുരുണ്ടുകൂടി കണ്ണുകളടച്ച് കൊച്ചുകുട്ടികൾ കിടക്കും പോലെ കിടക്കുന്നവളെ കാണേ കുറച്ചു സമയം അവൻ അവളെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു പോയി. അവൾ തന്നോട് ഇഷ്ടം പറഞ്ഞ ദിവസം മുതൽ താൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയ നിമിഷം വരെയുള്ള എല്ലാം ഒരു മിന്നായം പോലെ അവന്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. താൻ അവളെ എത്ര വേദനിപ്പിച്ചിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട്, ദേഷ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും വീണ്ടും വീണ്ടും എന്റെ സ്നേഹത്തിന് വേണ്ടി അവൾ എത്ര പിറകെ നടന്നിട്ടുണ്ട്. ആ സമയത്ത് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞാൻ. അവളെ നഷ്ടപ്പെടുന്നൊരവസ്ഥ വരും വരെ പെണ്ണിന്റെ നെഞ്ചിൽ കയറി കൂടിയത് താൻ പോലും അറിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. പക്ഷെ ഇപ്പോ തന്റെ മുറിയിൽ താൻ കെട്ടിയ താലിയുമായി എന്റെ ഭാര്യയായി എന്റെ പെണ്ണ്. എന്നെ കിട്ടാൻ വേണ്ടി പണ്ടവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന്റെ ഗുണമോ അതോ ദൈവം തനിക്കൊരു അവസരം തന്നതോ അറിയില്ല. എന്തായാലും ഇനി ഏതവസ്ഥയിലും തന്റെ പെണ്ണിനെ താൻ കൈവിടില്ല. അവളുടെ നെറ്റിയിൽ മേലെ തലോടിയവൻ ആ നെറ്റിയിൽ ഒരു മുത്തം കൊടുക്കാനായി അവളുടെ അടുത്തേക്ക് താഴ്ന്നു വന്നതും പെട്ടെന്ന് കണ്ണുകൾ വലിച്ചു തുറന്ന് അവനെ തുറച്ചു നോക്കിയതും ഒരുമിച്ചായിരുന്നു. ഒരണുവീടെ മാറാതെ ഒരു നിമിഷം ആ മിഴികളിൽ തന്നെ നോക്കിപ്പായി അവൻ. ഒരു നിശ്വാസത്തിനപ്പുറം ഒന്നനങ്ങിയാൽ രണ്ടുപേരുടെ മൂക്കിൻ തുമ്പുകൾ പരസ്പരം മുട്ടുന്ന അത്ര അടുത്ത് രണ്ടുപേരും നിൽക്കുമ്പോൾ അവരുടെ ഹൃദയമെടുപ്പ് മാത്രം ആ മുറിയിലാകെ മുഴങ്ങി കേട്ടു. പെട്ടെന്ന് സ്വഭാവത്തിലേക്ക് വന്നതുപോലെ ഒന്ന് ഞെട്ടി ദേവ. തന്നെ തന്നെ നോക്കി നിൽക്കുന്നവനെ ദേഷ്യത്തോടെ നോക്കി അവന്റെ നെഞ്ചിൽ പിടിച്ച് പിന്നിലേക്ക് തള്ളിയവൾ. സ്വയം മറന്നവൻ അവളുടെ തളലിൽ ഒന്ന് പിന്നോട്ട് ആഞ്ഞുപോയി. ദേവാ! കട്ടിൽ നിന്നും ചാടിയിറങ്ങി പുറത്തേക്ക് പോകാൻ നിൽക്കുന്നതോടെ കയ്യിൽ മുറുകെ പിടിച്ച് ഋഷി വിളിച്ചതും എന്റെ കയ്യിന്ന് വിട്. കൈ കുടഞ്ഞുകൊണ്ട് അവന് ദേഷ്യത്തോടെ നോക്കി ദേവ പറഞ്ഞു. അവൻ ഒട്ടും പതർച്ചയോ ദേഷ്യമില്ലാതെ അവളെ നോക്കി. വിടാൻ! അവന്റെ ആ ഒരു കൂസലുമില്ലാതെയുള്ള ഇരിപ്പ് കാണേ അവൾക്ക് ദേഷ്യം കൂടി വന്നു. നീ ഇതെങ്ങോട്ടാ? അവളുടെ കയ്യിൽ പിടിക്കൊട്ട് അയവ് വരുത്താതെ ഒരു കള്ളച്ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് ഋഷി ചോദിക്കുമ്പോൾ അവന് മിഴിയുയർത്തി നോക്കി ദേവ. ആ കണ്ണിൽ പണ്ടത്തെ ഒരു തരി സ്നേഹം കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും ആ ഉള്ളു നിറയെ താനാണെന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു അവന്. ഞാൻ എങ്ങോട്ടാന്ന് വെച്ചാ പോകും. അതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ഞാനോ? ഞാനല്ലേ എന്റെ ദേവയുടെ കെട്ടിയോൻ. നമ്മുടെ കല്യാണം ഇന്ന് രാവിലെ 10നും 10:30ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ കഴിഞ്ഞില്ലേ? ഒന്നുറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും എല്ലാം മറന്നുപോയോടി പൊട്ടിക്കാളി. അവളുടെ ദേഷ്യം കണ്ട് ചിരി കടിച്ചു പിടിച്ച് ആ താടിയിൽ പിടിച്ചു കുലുക്കി ഒരു കൊഞ്ചലോടെ ഋഷി ചോദിച്ചതും അവന്റെ കൈ ശക്തിയിൽ തട്ടിയെറിഞ്ഞു ദേവ. മറ്റുള്ളവരുടെ നിർബന്ധത്തിന് കെട്ടിയതല്ലേ നിങ്ങൾ ഈ താലി. അതിന്റെ അവകാശവും പറഞ്ഞ് നിങ്ങൾ എന്റെ മുന്നിൽ വരണ്ട. ആ അവകാശവും അധികാരം ഒരിക്കലും നിങ്ങൾക്ക് ഞാൻ തരില്ല. ഇനി ഇന്നലത്തെ പോലെ എന്റെ ശരീരമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എടുത്തോ. പിന്നെ ജീവനോടെ നിങ്ങൾ എന്നെ കാണില്ല. അവന് മുന്നിൽ അവൾ പൊട്ടിത്തെറിക്കുമ്പോൾ അവൾക്ക് മുന്നിൽ ഒരു നിമിഷം ഒന്ന് പതറിപ്പോയവൻ. പക്ഷേ ഇപ്പോ താൻ തോറ്റുകൊടുത്താൽ പിന്നീട് അവൾക്ക് മുന്നിൽ തനിക്ക് ജയിക്കാൻ കഴിയില്ല എന്നൊരു ചിന്തയും അവനിലുണ്ട്.
എനിക്ക് നിന്റെ ശരീരമൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഇതിലും നല്ല പെങ്കൊച്ചുങ്ങൾ എനിക്ക് കിട്ടില്ലേ? ഒന്നില്ലെങ്കിലും ഞാനൊരു സുന്ദരൻ ഡോക്ടർ അല്ലേ മോളെ. എത്ര എത്ര ലേഡി ഡോക്ടേഴ്സാ എന്നെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളേ, അറിയോ നിനക്ക്? ഷർട്ടിന്റെ സ്ലീവ് ഒന്ന് മേലേക്ക് വലിച്ചു കയറ്റി അല്പ അഭിമാനത്തോടെ ഋഷി പറഞ്ഞതും, അയ്യോ പിന്നെ എന്തേ അവളുമാരൊന്നും കെട്ടാഞ്ഞേ? ഇയാളുടെ സ്വഭാവം അറിഞ്ഞപ്പോ ഓടി രക്ഷപ്പെട്ടോ അവര്? അവളുടെ മുഖത്ത് ആ പണ്ടത്തെ കുറുമ്പും കുശുമ്പും ഒരു നിമിഷം ഒന്ന് മിന്നി മാഞ്ഞു. ആ കാഴ്ചയിൽ അവന്റെ ചുണ്ടില് പുഞ്ചിരിക്ക് ഭംഗി കൂടി. അവരെങ്ങോട്ടും ഓടിപ്പോയിട്ടില്ല. ദേ എന്റെ ഒരു കോളിനു വേണ്ടി അവരൊക്കെ ഇപ്പോഴും കാത്തിരിപ്പുണ്ട്. എന്തേ, കാണണോ? ചുണ്ടിൽ തെളിഞ്ഞ കള്ളച്ചിരി മറച്ചു വെച്ച് ഋഷി പറയുമ്പോൾ അവനെ പുച്ഛിച്ചു മുഖം വെട്ടിച്ചു ദേവ. എന്നാ അവരുടെ പിറകെ പൊക്കോ. എനിക്കെന്തായാലും നിങ്ങളെ വേണ്ട. എന്റെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രാ നിങ്ങളെ ഞാൻ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്. അല്ലാതെ എനിക്ക് നിങ്ങളോടുണ്ടായിരുന്ന പണ്ടത്തെ ഇഷ്ടം കൊണ്ടൊന്നല്ല. ആ ഇഷ്ടം എന്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് നിങ്ങളോട് തോന്നുകയില്ല. ദേവയാ പറയുന്നേ. ദേഷ്യത്തോടെ അവനെ നോക്കി അത്രയും പറഞ്ഞ് അവനിൽ നിന്ന് അകന്നു മാറി അടഞ്ഞു കിടക്കുന്ന വാതിലിനടുത്തേക്ക് നടന്നു ദേവ. എങ്ങോട്ടായി പോകുന്നേ? നമ്മുടെ യുദ്ധമൊക്കെ ഈ മുറിയിൽ മതി. ഇനി കാറിക്കോയി മറ്റുള്ളവരെ കൂടെ അറിയിക്കണ്ട. എന്റെ മോള് കിടന്നേ. ഇതങ്ങനെ പെട്ടെന്ന് അണയുന്ന തീയല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കാത്തിരുന്നോളാം. പണ്ട് എന്റെ സ്നേഹത്തിന് വേണ്ടി നീ കാത്തിരുന്നത് പോലെ ഇനി നിന്റെ സ്നേഹത്തിന് വേണ്ടി ഞാനും കാത്തിരിക്കാം. കുറെ കഴിയുമ്പോ ദേഷ്യം കൊണ്ട് പൊതിഞ്ഞു വെച്ച എന്നോടുള്ള ഇഷ്ടം മെല്ലെ മറന്നേക്ക് പുറത്തു വരും. അപ്പോ നമുക്ക് സ്നേഹിക്കാം. ഇപ്പോ എന്റെ ഭാര്യ ഇപ്പൊ പോയി കിടക്കാൻ നോക്ക്. ഞാൻ എന്ത് വിശ്വാസത്തിലാണ് നിങ്ങളുടെ കൂടെ കിടക്കേണ്ടത്? ഞാൻ ഇന്നലെ കണ്ടതാ നിങ്ങളുടെ തനി സ്വഭാവം. ഇനി അവനോട് വഴക്കിടാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി കൊണ്ടേയിരുന്നു ദേവ. പണ്ട് എന്ത് ധൈര്യത്തിലാ നീ മുറിയിലേക്ക് ഇടിച്ചു കയറി വന്നിരുന്നേ? എന്നെ ഉമ്മ വെച്ചത് എന്ത് ധൈര്യത്തിലാ? എന്നെ കെട്ടിപ്പിടിച്ചത് എന്ത് ധൈര്യത്തിലാ? പറ ദേവാ, എന്ത് ധൈര്യത്തിലാ നീ ഇതൊക്കെ ചെയ്തേ? അവൻ അവളുടെ അടുത്തേക്ക് ഓരോ അടിയും വെച്ച് നടന്നുകൊണ്ട് പറയുമ്പോൾ കുഞ്ഞൊരു പിടപ്പോടെ പിറകിലേക്ക് നടന്നവൾ. നീ ചെയ്ത സ്നേഹം കൊണ്ട്, ഞാൻ ചെയ്ത കാമം കൊണ്ട് അല്ലടി. എന്തായാലും ഞാൻ ഇന്നലെ കള്ളം പുറത്ത് ചെയ്തത് വളരെ മോശമായൊരു കാര്യമാണ്. അതിനുള്ളത് നീ എനിക്ക് തരും ചെയ്തു. അതവിടെ നിർത്തിയേക്കണം. ഇനി നമ്മുടെ ലൈഫിൽ ആ ടോപ്പിക് വേണ്ട. മനസ്സിലായോ? ചുമരിൽ ചേർന്ന് നിൽക്കുന്നവളുടെ അപ്പുറം ഇപ്പുറമായി കൈവച്ചുകൊണ്ട് അവളോട് അല്പം ചേർന്ന് നിന്നുകൊണ്ട് പറയുമ്പോൾ ഒന്ന് മൂളുക പോലും ചെയ്യാതെ കണ്ണുകൾ മുറുകെ അടച്ചു നിന്നുപോയി ദേവ. അവളെ ഒന്നുകൂടെ നോക്കിയവൻ അവളിൽ നിന്ന് അകന്നു മാറുമ്പോൾ പിടിച്ചു വെച്ചിരുന്ന ശ്വാസം ഒന്ന് എടുത്തുവിട്ടു അവൾ. അവളെ കണ്ണെടുക്കാതെ നോക്കി ടേബിളിൽ വെച്ച പാലിൽ നിന്ന് പകുതിയോളം കുടിച്ചവൻ. ജീവിതത്തിൽ എന്തുണ്ടായാലും, അതിപ്പോ സന്തോഷമായാലും സങ്കടമായാലും പ്രതിസന്ധികളായാലും എല്ലാം പകുതി പകുതിയെ നമ്മൾ പങ്കിട്ടെടുക്കണം. അതിന്റെ തുടക്കമാണ് ആദ്യ രാത്രിയിൽ പാല് കൊണ്ട് തന്നിരിക്കുന്നത്. ഈ പാല് പോലെ പരസ്പരമെല്ലാം പകത്ത് മുന്നോട്ട് പോകണം. ദേ എന്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളത് തന്റെ പകുതിയാ. അവൾക്ക് നേരെ ആ പാൽ ഗ്ലാസ് നീട്ടിപ്പിടിച്ചവൻ പറയുമ്പോൾ അവനിൽ നിന്ന് മുഖം വെട്ടിച്ച് അവനെ നോക്കിയൊരു പുച്ഛത്തോടെ മുന്നോട്ട് നടന്ന് കാട്ടിൽ പോയി ചുരുണ്ടു കൂടി അവൾ. ഇത്രയും നേരം ഉണ്ടായിരുന്ന സന്തോഷമെല്ലാം അവന്റെ മുഖത്ത് നിമിഷം നേരം കൊണ്ട് കെട്ടുപോയി. അവനൊരു ദീർഘശ്വാസം എടുത്ത് അവളെ ഒന്ന് നോക്കി കട്ടിലിനൊരു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നു. അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു തലയണ വെച്ച് മറുഭാഗത്തേക്ക് തിരിഞ്ഞു കിടന്നു ദേവ. അവൾക്ക് തന്നുള്ള ദേഷ്യം താൻ കരുതും പോലെ അത്ര ചെറുതല്ല എന്ന് മനസ്സിലാക്കുകയായിരുന്നു ആ നിമിഷം ഋഷി. ഉറക്കമില്ലാതെ എന്തൊക്കെയോ ആലോചിച്ച് രണ്ടുപേരും ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ ജനൽപ്പാളികൾക്കിടയിലൂടെ കാണുന്ന ആകാശത്തെ ഒരു കുഞ്ഞു നക്ഷത്രം ഇനിയുള്ള അവരുടെ ജീവിതം ആലോചിച്ചൊന്ന് പുഞ്ചിരിച്ചു പോയി. രാവിലെ ജോഗിങ്ങിന് പോകാനായി പതിവ് പോലെ നേരത്തെ എഴുന്നേറ്റു ഋഷി. ഒന്ന് മൂരി നിവർന്നും ചെരിഞ്ഞു നോക്കിയെന്നും കണ്ടു തലയണയെ ഇറുകെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നവളെ. അവന്റെ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. എന്നാണ് പെണ്ണെ എന്നെ ഇതുപോലെ നീ ഒന്ന് ഇറുകെ കെട്ടിപ്പിടിക്കുക? അവളുടെ മുഖത്തൊന്നും കണ്ണെടുക്കാതെ അവളോട് അല്പം പരിഭവം പറഞ്ഞ് അവൻ പോകാനായി എഴുന്നേറ്റതും പെട്ടെന്ന് അവന്റെ മിഴികൾ ടേബിളിൽ വെച്ച പാൽ ഗ്ലാസ്സിലേക്ക് നീണ്ടു. ആ ഗ്ലാസ്സിൽ താൻ പകുതി വെച്ച പാൽ കാണുന്നില്ല എന്നറിയെ തന്റെ അടുത്ത് കിടക്കുന്നവളെ അത്ര ഇഷ്ടത്തോടെ നോക്കിയവൻ. കള്ളി, ഞാൻ ഉറങ്ങിയപ്പോ എണീറ്റ് വന്ന് പാല് കുടിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ കിടക്കുന്ന കണ്ടില്ലേ? ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ തന്നെ ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ച് മരിക്കും അവൾ. അതുകൊണ്ട് ഇതൊന്നും അറിയാത്ത പോലെ ഞാൻ അഭിനയിച്ചോളാം. എന്റെ മോൾ ഇനി ചേട്ടന്റെ അഭിനയവും ഇഷ്ടവും സ്നേഹവും ഒക്കെ അറിയാൻ പോകുന്നല്ലേ ഉള്ളൂ. ഒന്നും അറിയാതെ ഉറങ്ങുന്നവളുടെ കവളിൽ മെല്ലിയും തട്ടി അവൻ പറയുമ്പോൾ ഒന്നുകൂടെ ആ പുതപ്പിലേക്ക് ചുരുണ്ടുകൂടി ദേവ. ജോഗിംഗ് ഡ്രസ് ഇട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ കട്ടിലിൽ കിടക്കുന്ന തന്റെ പെണ്ണിനെ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിയവൻ. ഉള്ളിൽ സന്തോഷവും അവളോടുള്ള പ്രണയവും എല്ലാം ഇങ്ങനെ നിറഞ്ഞൊഴുകും പോലെ തോന്നി അവന്. ആ സന്തോഷം അവന്റെ മുഖത്തുകൂടെ പ്രതിധ്വനിക്കുമ്പോൾ ആ മുഖം ഒന്നുകൂടെ വിടർന്ന് അവന്റെ ഭംഗി ഒന്നുകൂടെ കൂടിയതുപോലെ തോന്നി അവനെ നോക്കി നിന്ന അവന്റെ അച്ഛനും അമ്മയ്ക്കും. നീ ഇത് ഇന്നലെ എവിടെയായിരുന്നു കണ്ണാ? യാമി മോള് എത്ര കാത്തിരുന്ന് കാണും നിന്നെ. നിന്റെ കുട്ടിക്കളിയൊന്നും ഇനി പറ്റില്ല. ഇനി തോന്നിയ സമയത്തുള്ള നിന്റെ വരവും പോക്കൊക്കെ നിർത്തിക്കോണം. ഇപ്പൊ നിനക്ക് ഒരു കുടുംബമുണ്ട്, നിന്നെ കാത്തിരിക്കാൻ ഒരു ഭാര്യയുണ്ട്. അതൊന്നും മറക്കരുത് നീ. ഇന്നലെ രാത്രി കൂട്ടുകാരുടെ ഒപ്പം വയലിലെ ഏറുമാടത്തിലായിരുന്നു അവന്റെ അന്തിയുറക്കം. ഭാവിയും ഭൂതവും ഒന്നും ഓർക്കാതെ രാവിലെ സൂര്യവെളിച്ചം കണ്ണിൽ തുളഞ്ഞു കയറും വരെ ബോധമില്ലാതെ ഒരൊറ്റ ഉറക്കം.
പിന്നെ കുടിച്ച കളിന്റെ കെട്ടിറങ്ങും മുന്നേ ആടി ആടി വീട്ടിലേക്ക്. അവന്റെ വരവ് കണ്ടപ്പോഴേ മുത്തശ്ശി തുടങ്ങിയിരുന്നു അവനെ ഉപദേശിക്കാൻ. കേട്ട് കേട്ട് തഴമ്പിച്ച പഴങ്കഥ കേൾക്കും പോലെ ഒന്നും മിണ്ടാതെ അച്ചമ്മ പറയുന്നത് കേട്ട് അനുസരണയോട് തലയാട്ടി അവൻ മുന്നോട്ട് നടക്കുമ്പോൾ തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന സീതയെയും ഇന്ദ്രനെയും കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ മുന്നോട്ട് നടന്ന് സ്റ്റെപ്പുകൾ കയറിയവൻ. കണ്ണാ, ഇനിയും കിടന്നുറങ്ങാതെ ആ കുട്ടിയെയും കൂട്ടി അമ്പലത്തിലേക്കൊക്കെ പോയിട്ട് വാ. അവന്റെ പോക്ക് കണ്ടപ്പോഴേ ഇനി നട്ടുച്ചയാവും വരെ പിന്നെ കിടന്നുറങ്ങും എന്നുറപ്പായ അച്ചമ്മ ഉറക്കെ വിളിച്ചു പറഞ്ഞതും, ഇന്നലെ അമ്പലത്തിൽ പോയതല്ലേ, പിന്നെ എന്തിനാ ഇന്നും പോകുന്നേ? പറയാനുള്ളതൊക്കെ ഇന്നലത്തെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ? സ്റ്റെപ്പുകൾ കയറി ഇറങ്ങുന്നവൻ അല്പം ഉറക്കെ വിളിച്ചു ചോദിച്ചതും, ഇങ്ങോട്ട് തർക്കുത്തരം പറയാതെ ഇനി ഞാൻ പറയണത് അങ്ങ് കേട്ടാ മതി. അതിനെന്താ, മത്തൻ മുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ. പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയ ഇന്ദ്രനെ ഇരുത്തി നോക്കി അമ്മ പറയുമ്പോൾ അതിന് അർത്ഥം മനസ്സിലായ സീത ചിരി പുറത്തേക്ക് വരുത്തിയിരിക്കാൻ എന്നോണം ചുണ്ട് രണ്ടും കൂട്ടിപ്പിടിച്ച് ചിരി കടിച്ചു പിടിച്ചു. അതുകൂടെ കണ്ടതും അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ഇന്ദ്രൻ കാറിനടുത്തേക്ക് നടന്നു. അവനെ യാത്രയാക്കാൻ എന്നോണം സീതയും അടഞ്ഞു കിടക്കുന്ന വാതിൽ മെല്ലെ തള്ളി തുറക്കാൻ ശ്രമിച്ചതും അത് അകത്തുനിന്ന് ലോക്കാണെന്ന് കാണേ രുദ്രന്റെ നെറ്റി ഒരു നിമിഷം ഒന്ന് ചുളിഞ്ഞു. എന്റെ റൂമിൽ ഇതിപ്പോ ആരാ എന്ന ചിന്തയെ മറികടന്ന് യാമിയുടെ മുഖവും അവളുടെ കഴുത്തിൽ താലി കെട്ടിയതും അവന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ നിർത്താതെ 2-3 തവണ ആ വാതിൽ മുട്ടിയതും ആ വാതിൽ അവന് മുന്നിൽ തുറന്നു. മുന്നിൽ അവനെ ദേഷ്യത്തോടെ നോക്കി യാമിയും. അവൻ അവളെ അടിമുടിയൊന്ന് നോക്കി. ഒരു സ്ലീവ്ലെസ് ടീഷർട്ടും കാൽമുട്ട് വരെയുള്ള ഷോർട്സുമാണ് അവളുടെ വേഷം. താൻ എന്താ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? അവന്റെ നോട്ടം കാണേ ദേഷ്യത്തോട് യാമി ചോദിച്ചതും, പിന്നെ കാണാൻ പറ്റിയൊരു സാധനം എന്റെ റൂമിൽ നിനക്കെന്തടി കാര്യം? അവളെ മറികടന്ന് റൂമിലേക്ക് കയറി രുദ്രൻ ചോദിച്ചതും അവളുടെ മുഖത്തൊരു പുച്ഛം തെളിഞ്ഞു. ഞാൻ എന്താ ഇവിടെ നിന്ന് കൊച്ചു തമ്പുരാൻ അറിയില്ലേ? എല്ലാരും കൂടി ഇന്നലെ എന്നെ തമ്പുരാന്റെ പട്ടമഹർഷിയാക്കിയത് മറന്നുപോയോ? യാമിയുടെ വാക്കുകളിൽ പരിഹാസം കാണേ അവളെ ഒന്ന് ചെരിഞ്ഞു നോക്കി രുദ്രൻ. പട്ടമഹർഷിയൊക്കെ ഈ റൂമിന് പുറത്ത്, ഇത് എന്റെ മാത്രം റൂമാണ്. നീ ഈ വീട്ടിൽ വന്നത് ഒരു ഗസ്റ്റ് ആയിട്ടാണ്, അതുപോലെയാണ് ഇനി അങ്ങോട്ട്. അതിൽ കൂടുതൽ സ്ഥാനമൊന്നും നിനക്ക് എന്റെ മനസ്സിലും ഈ വീട്ടിലില്ല, മനസ്സിലായോ? അവൾക്ക് നേരെ വിരൽ ചൂണ്ടി രുദ്രൻ പറയുമ്പോൾ യാമിയുടെ ചുണ്ടിൽ ഒരു പുച്ഛം തെളിഞ്ഞു. അതിനാർക്ക് വേണം തന്റെ മനസ്സിൽ ഈ വീട്ടിലെ സ്ഥാനം? എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് പോവാൻ താൻ വരാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഒന്നുമില്ലേലും എല്ലാവർക്കും മുൻ കെട്ടിയ ഒരു താലിയുടെ ബന്ധമുണ്ടല്ലോ നമ്മൾ തമ്മിൽ. ഇന്ന് രാത്രി മുതൽ ആലോചിച്ചുണ്ടാക്കിയ തീരുമാനം രുദ്രനെ അറിയിക്കാൻ അവൾ തീരുമാനിക്കുമ്പോൾ അവൾ അറിഞ്ഞില്ല അവളേക്കാൾ വലിയ തീരുമാനങ്ങൾ മനസ്സിലായി ഉറപ്പിച്ചാണ് അവൻ തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന്. ഡാഡിയും മമ്മിയും പോകുമ്പോ കൂടെ ഞാനും പോകും. ആരെതിർത്താലും ഞാൻ പോകും. നമ്മൾ തമ്മിൽ നടന്നൊക്കെ ഞാൻ പറയും ചെയ്യും. കഷ്ടകാലത്തിൽ താൻ എന്റെ കഴുത്തിൽ താലി കെട്ടി, നീ എന്റെ ഭർത്താവായി. ഇനി തന്റെ ഭാര്യയെ ജീവിക്കാൻ കൂടെ എനിക്ക് വയ്യ. കട്ടിലിരുന്ന് അവനെ നോക്കി ഒരു ഉറപ്പോടെ യാമി പറയുമ്പോൾ കണ്ണാടിയുടെ മുന്നിലേക്ക് തിരിഞ്ഞവൻ കണ്ണാടിയിൽ കാണുന്ന യാമിയുടെ പ്രതിബിംബത്തെ നോക്കി മെല്ലെ തലയാട്ടി ചിരിച്ചു. രുദ്രൻ അവനിട്ടിരുന്ന ഷർട്ടിന്റെ ഓരോ ബട്ടൺസും അഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എന്നെ മോശക്കാരനാക്കിയിട്ട് നീ ഒറ്റയ്ക്ക് മുങ്ങണ്ട. അങ്ങനെ മുങ്ങ ഞാൻ സമ്മതിക്കില്ല. കണ്ണാടിയിലൂടെ തന്നെ അവളെ നോക്കി അലസഭാവത്തിൽ രുദ്രൻ പറയുമ്പോൾ സംശയഭാവത്തോടെ രുദ്രനെ നോക്കി അതേ ഇരിപ്പിരുന്നു യാമി. അതിന് തന്റെ സമ്മതം ആർക്ക് വേണം? ഞാൻ പോണമെന്ന് വിചാരിച്ചാൽ ഞാൻ പോകും. കാണണോ തനിക്ക്? പെട്ടെന്ന് സ്വഭാവത്തിലേക്ക് വന്നവൾ അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ കോളറിൽ പിടിമുറുക്കി ദേഷ്യത്തോട് ചോദിച്ചു. കാണണം. ഒരു ഉറപ്പോടെ രുദ്രൻ പറയുമ്പോൾ അവനെ അത്രയും ദേഷ്യത്തോടെ നോക്കി യാമി. നീ പോവില്ല യാമി. നിനക്ക് പോകണമെങ്കിൽ പാസ്പോർട്ട് വേണ്ടേ? അതെവിടെ? നിന്റെ കയ്യിലുണ്ടോ? ഇല്ല, അത് നിന്റെ കയ്യിലില്ല. അത് മിനിഞ്ഞാന്ന് രാത്രി എയർപോർട്ടിലേക്ക് പോകാനായി ഇറങ്ങുമ്പോ നീ എന്റെ കയ്യിൽ തന്താ. പിന്നെ നീ അത് തിരിച്ചു വാങ്ങിയിട്ടില്ല. അത് ഭദ്രമായി എന്റെ കയ്യിലുണ്ട്. ഒരു ചിരിയോടെ രുദ്രൻ പറയുമ്പോൾ അവന്റെ കോളറിൽ മുറുകെ പിടിച്ചിരുന്ന അവളുടെ കൈ താനെ അഴിഞ്ഞുപോയി. അവൻ പറഞ്ഞ ഓരോ വാക്കുകളും കേൾക്കെ അവളുടെ കണ്ണുകളിൽ പിടച്ചിലൂടെ അവനെ തന്നെ നോക്കിപ്പോയി. ഞാൻ പറഞ്ഞതനുസരിച്ച് കുറച്ചു കാലം ഇവിടെ നിന്നാൽ അത് സുരക്ഷിതമായി നിന്റെ കയ്യിലെത്തും. മറിച്ചാണെങ്കിൽ പൊന്നും മോളെ, പിന്നെ ജീവിതത്തിൽ അത് കാണില്ല നീ. അവന്റെ മുഖത്ത് ഇതുവരെ കാണാത്തൊരു വന്യത നിറഞ്ഞു. അവൾ അവൻ അത്രയും ദേഷ്യത്തോടെ നോക്കി നിന്ന് തുറച്ചു നോക്കാതെ പൊന്നുമുള് പോയി ചേട്ടൻ ഒരു കപ്പ് കോഫി കൊണ്ടുവന്നേ. അപ്പോഴേക്ക് ചേട്ടനൊന്ന് കുളിക്കട്ടെ, നമുക്ക് അമ്പലത്തിൽ പോവണ്ടേ? അവളുടെ വീർത്തുകെട്ടിയ കവളിൽ ഒന്ന് നുള്ളി നോവിച്ച് ഒരു കള്ളച്ചിരിയുടെ രുദ്രം പറയുമ്പോൾ മനസ്സിൽ കുമിഞ്ഞുകൂടിയ ദേഷ്യം പുറത്ത് കാണിക്കാതെ അവനെ കലിപ്പിച്ചു നോക്കി വെട്ടിത്തിരിഞ്ഞ് റൂമിന് പുറത്തേക്ക് നടന്നു യാമി. മനസ്സിൽ അവനെ തോൽപ്പിക്കാനുള്ള വഴികളും അവനറിയാതെ അവന്റെ കയ്യിൽ നിന്ന് ആ പാസ്പോർട്ട് എങ്ങനെ എടുക്കാം എന്നൊക്കെ ചിന്തിച്ച് അവൾ അടുക്കളയിൽ നിന്നുള്ള അവനുള്ള കോഫിയുമായി മുകളിലേക്ക് നടക്കുമ്പോൾ സച്ചുവിന്റെ മുറിയിൽ നിന്നും എന്തൊക്കെയോ ചിരിയും തമാശയും കേൾക്കെ അറിയാതെ അവളുടെ മിഴികൾ ആ റൂമിലേക്കൊന്ന് നോക്കിപ്പോയി. കുളിച്ച് നെറുകിൽ സിന്ദൂരം ചാർത്തി അമ്പലത്തിൽ നിന്ന് വന്നതുപോലെ സെറ്റ് സാരി ഉടുത്ത് പുഞ്ചിരിയോടെ നിൽക്കുന്ന ലച്ചുവിനെയും
അവളുടെ അടുത്ത് അവളെ തൊട്ടും തലയോടിയും ഇക്കിളിയാക്കിയും എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ച് സച്ചു നിൽക്കുന്നത് കാണേ അവളെ തന്നെ സ്വയം ഒന്ന് നോക്കി. നെറുകയിൽ സിന്ദൂരം. ആ കല്യാണ സമയത്ത് രുദ്രൻ ഇട്ടതാണ്. അത് വീട്ടിലേക്ക് വന്ന് കുളിച്ചപ്പോഴേ പോയി. പിന്നെ അതും തൊടണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഈ നേരം വരെ കുളിച്ചിട്ടില്ല. ഇന്നലെ ഇട്ട നൈറ്റ് ഡ്രസ് തന്നെയാണ് ഇപ്പോഴും വിഷം. അവൾക്ക് ആകെ ഒരു വല്ലായ്മ തോന്നി. കള്ളു കുടിച്ച് എവിടെയോ കിടന്നുറങ്ങി രാവിലെ വന്ന തന്നോട് വഴക്കുണ്ടാക്കിയവനെ ആ നിമിഷം ഒന്ന് ഓർത്തുപോയി. ഇവരുടെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രണയമാണെങ്കിൽ അവന്റെയും തന്റെയും കണ്ണിലുള്ളത് പകയും ദേഷ്യവും വാശിയുമാണ് എന്നോർത്ത് ഒരു നിമിഷം നിന്നുപോയി യാമി. മറ്റുള്ളവരെ കാണിക്കാനെങ്കിലും സന്തോഷത്തിൽ നിന്നില്ലെങ്കിൽ തങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അതൊരു വിഷമാവെന്ന് ചിന്തിച്ച് യാമി അവന്റെ കൂടെ അമ്പലത്തിൽ പോകാൻ തന്നെ തീരുമാനിച്ചു. എന്താ, ഇറങ്ങുന്നില്ലേ? അമ്പലമുറ്റത്ത് എത്തിയിട്ടും ബൈക്കിൽ നിന്നിറങ്ങാതെ എന്തോ ആലോചിച്ചിരിക്കുന്നവളെ ഫ്രണ്ട് മിററിലൂടെ നോക്കി ഗൗരവത്തോടെ രുദ്രൻ പറയുമ്പോൾ യാമി സ്വബോധത്തിലേക്ക് വന്നപോലെ ഞെട്ടി ചുറ്റും നോക്കി ബൈക്കിൽ നിന്നിറങ്ങി. രണ്ടുപേരും അമ്പലത്തിലേക്കുള്ള പടികൾ കയറുമ്പോഴാണ് തൊഴുത് പ്രസാദവും കയ്യിൽ പിടിച്ചൊരു സെറ്റ് സാരിയും ഉടുത്ത് ദേവ പടികൾ ഇറങ്ങി വരുന്നത് കാണുന്നത്. അവളുടെ കൂടെ അവളോട് ചേർന്ന് ഋഷിയും. നെറ്റിയിലെ സിന്ദൂരവും നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന താലിയും സെറ്റ് സാരിയും എല്ലാം കൊണ്ടും തന്റെ വിരലിൽ തൂങ്ങി നടന്ന ആ കുഞ്ഞിപ്പെങ്ങളൊരു വലിയ പെണ്ണായി തോന്നിപ്പോയി രുദ്രന്. അവന്റെ ചുണ്ടിൽ അവളെ കണ്ടൊരു മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു.